രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. മനസ്സിന്റെ ഉപരിതലം കാമക്രോധാദികളാൽ ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നാലേ ഉള്ളിൽ കിടക്കുന്ന ഏറ്റവും വലിയ രത്നം പരമാത്മ സ്വരൂപം അത് മറയ്ക്കപ്പെട്ടു പോകും. അതിന്റെ ഫലമാണ് ദുഃഖം. പരമാത്മാവ് ആനന്ദ സ്വരൂപമാണ്. ആനന്ദം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ആനന്ദം മറയ്ക്കപ്പെട്ടാൽ പിന്നെ അനുഭവപ്പെടുന്ന ദുഃഖമാണ്. ദുഃഖം ഒരിക്കലും ഹൃദയത്തിൽ വളരാൻ അനുവദിക്കരുത്. ദുഃഖകാരണത്തെ മനസ്സിൽ നിന്നിട്ട് പരിത്യജിക്കുക, ദൂരേക്ക്. അതിന് തന്നോടുള്ളതായ ബന്ധത്തെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക, അതിൽ നിന്ന് വിമുക്തനായിത്തീരുക. യഥാർത്ഥത്തിൽ ഈ ദുഃഖ കാരണങ്ങൾ നമ്മെ വന്ന് പിടികൂടുകയല്ല ചെയ്യുന്നത്, പിന്നെയോ നമ്മുടെ മനസ്സ് ദുഃഖ കാരണങ്ങളെ അങ്ങോട്ട് ചെന്ന് പിടികൂടുകയാണ്. സാധാരണ ആനയെ ബന്ധിക്കുന്നത് പാപ്പാനാണ്. ചങ്ങല കൊണ്ട് വലിയ മരത്തില് കെട്ടിയിടും. പക്ഷേ നമ്മുടെ മനസ്സാകുന്ന ആനയെ ബന്ധിക്കുന്നത് നമ്മുടെ മനസ്സാകുന്ന പാപ്പാൻ തന്നെ. ആനയും പാപ്പാനും നമ്മുടെ മനസ്സ് തന്നെ. എവിടെ കൊണ്ടുപോയി ബന്ധിക്കുന്നു? ബാഹ്യവസ്തുക്കളിലും ബാഹ്യമായ സങ്കല്പങ്ങളിലും ആഗ്രഹങ്ങളിലും കൊണ്ടുപോയി ബന്ധിക്കുന്നു. നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ മനസ്സിനെ വെളിയിൽ കൊണ്ടുപോയി ബന്ധിക്കുന്നു. അങ്ങനെ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നു. അതിനെ പരിപൂർണമായിട്ടും സത്യബോധം കൊണ്ട് തിരിച്ചറിഞ്ഞിട്ട് തന്റെ മനസ്സ് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബന്ധനങ്ങളെ വലിച്ചെറിയണം. അപ്പോൾ മനസ്സിലാകും ബന്ധനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്, അത് വെറും ഒരു തോന്നൽ മാത്രമായിരുന്നു എന്ന്. അപ്പോ ഉള്ളിലുള്ള ആനന്ദം അനുഭവപ്പെട്ടു തുടങ്ങും. എന്താ? മനസ്സ് നിശ്ചലമായി തുടങ്ങും. അതിന്റെ ആ ചലനം പൂർണ്ണമായി നിലയ്ക്കുമ്പോൾ പരിപൂർണമായ ബ്രഹ്മാനന്ദം ലഭ്യമായി തീരും. അതാണ് മനസ്സിനെ ധൈര്യത്താൽ ഏകാഗ്രമാക്കിയിട്ട് നിശ്ചലമാക്കിയിട്ട് മനസ്സിൽ ഉത്തമമായിരിക്കുന്ന ഹർഷത്തെ, അവിടെ ആ ഉത്തമ ശബ്ദത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ബാഹ്യവസ്തുക്കൾ, നമ്മൾ ആഗ്രഹിച്ച വസ്തുക്കൾ ലഭിക്കുമ്പോഴുണ്ടാകുന്ന താൽക്കാലികമായ ഹർഷമല്ലിത്. പിന്നെയോ ഒരിക്കലും നശിക്കാത്ത അഖണ്ഡമായ പരിധികളില്ലാത്ത അതുല്യമായ ഹർഷം, ആനന്ദം. അതാണ് ഉത്തമം ഹർഷം എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ ബ്രഹ്മാനന്ദം എന്നർത്ഥം. ആ ബ്രഹ്മാനന്ദത്തെ ഹൃദയത്തിൽ വളർത്തു. എന്നിട്ട് അല്ലയോ ലക്ഷ്മണ, നീ ഈ അഭിഷേകത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളെയെല്ലാം മനസ്സിൽ നിന്ന് പരിത്യജിക്കൂ. ആ സങ്കല്പങ്ങളാണ് നിന്റെ മനസ്സിനെ അതിൽ കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്നത് നിന്റെ മനസ്സ് തന്നെ. അതിനെ നിന്റെ മനസ്സിൽ നിന്നിട്ട് വലിച്ചെറിയൂ. അത് നിനക്ക് ചെയ്യാനാകും. ചിട്ടപ്പെട്ടതായ മനസ്സുകൊണ്ട് മനസ്സിലെ മാലിന്യങ്ങളെ ദൂരേക്ക് വലിച്ചെറിയാനാകും. മനസ്സിന് ചിട്ട വരുംതോറും മാലിന്യങ്ങൾ തന്നെത്താനെ നിരസ്തമായി തീരും. അങ്ങനെ ഉപക്ലിപ്തം യദേതന്മേ അഭിഷേകാർത്ഥമുത്തമം സർവം നിവർത്തയ ക്ഷിപ്രം കുരു കാര്യം നിരവ്യയം. അല്ലേ ലക്ഷ്മണ, എന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആഗ്രഹങ്ങളെയാണോ സങ്കല്പങ്ങളെയാണോ പ്രവൃത്തികളെയാണോ നീ നിന്നില് വളർത്തി വച്ചത്, രാമൻ അഭിഷിക്തനാകുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള അത്യധികമായിട്ടുള്ള ആഗ്രഹത്താൽ നീ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളിൽ നിന്റെ മനസ്സിനെ സമർപ്പിച്ചുവോ, അല്ലയോ ലക്ഷ്മണ, നീ അതിനെ സർവം നിവർത്തയ ക്ഷിപ്രം, പൂർണ്ണമായിട്ടും ശകലം പോലും ബാക്കി വയ്ക്കാതെ നീ ഉപേക്ഷിക്കുക, അതിനെ പരിത്യജിക്കുക, വേഗത്തിൽ തന്നെ പരിത്യജിക്കുക.
എന്നിട്ട് ഒരിക്കലും പതനമുണ്ടാകാത്തതായ, മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതായ പവിത്രമായിരിക്കുന്ന ധർമ്മസ്ഥിതിയെ അല്ലയോ ലക്ഷ്മണ നീ കൈവരിക്കുക. അല്ലയോ ലക്ഷ്മണ, സൗമിത്രേ യോ അഭിഷേകാർത്ഥേ മമ സംഭാര സംഭ്രമ. അല്ലയോ ലക്ഷ്മണ, എന്റെ അഭിഷേകത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്ക് എന്തെല്ലാം പ്രകാരത്തിൽ ഉള്ളതായ താല്പര്യവും ഉത്സാഹവും ഒക്കെ ഉണ്ടായിരുന്നു. നീ അങ്ങേറ്റം ഉത്സാഹത്തോടു കൂടിയിട്ട് വളരെയേറെ വ്യഗ്രതയോടു കൂടിയിട്ട് അതിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ഈ അഭിഷേകത്തെ പരിപൂർണമായിട്ടും പരിത്യജിക്കുന്ന കാര്യത്തിൽ നീ ഏർപ്പെടുത്തുക. ആ ഉത്സാഹം ഇതിലാകട്ടെ, അഭിഷേകം നടത്തുന്ന കാര്യത്തിലാകണ്ട. പിന്നെയോ അഭിഷേകത്തെ നിരസിക്കുന്ന കാര്യത്തില് അതേ ഉത്സാഹത്തെ, നിന്റെ മനസ്സിന്റെ ആ ഒരു വീരതയെ നീ പ്രവർത്തിപ്പിക്കുക. അപ്പോഴേക്കും നിന്റെ മനസ്സിനെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നതായ ശോകവും ക്രോധവും എല്ലാം പരിപൂർണമായിട്ടും ഇരുട്ട് സൂര്യോദയത്തിൽ എന്ന പോലെ നീങ്ങിപ്പോകും. അല്ലയോ ലക്ഷ്മണ, അതുകൊണ്ട് വളരെയേറെ നന്മകളുണ്ട്. എന്താ ആ നന്മ എന്നറിയോ? ഒന്ന്, നമ്മുടെ അമ്മയുടെ കൈകേയി മാതാവിന്റെ പരിഭ്രമം ദൂരീകൃതമായി തീരും. യസ്യ മതഭിഷേകാർത്ഥേ മാനസം പരിതപ്യതേ. എന്റെ അഭിഷേകവുമായി ബന്ധപ്പെട്ട് രാമൻ ദശരഥൻ വിചാരിച്ചതുപോലെ ഈ പുലരിയില് യുവരാജാവായിട്ട് അഭിഷിക്തനായി പോകുമോ എന്നിങ്ങനെ ചിന്തിച്ചിട്ട് ആരുടെ മനസ്സാണോ അങ്ങേയറ്റം പരിതപിക്കുന്നത്? മാതാന, നമ്മുടെ ആ മാതാവ്, എന്റെ മാതാവ് എന്നല്ല, നമ്മുടെ മാതാവ് ലക്ഷ്മണ, നിന്റെയും മാതാവ്, പിന്നെ നിന്റെ ജ്യേഷ്ഠനും എന്റെ അനുജനുമായിരിക്കുന്ന ഭരതന്റെയും മാതാവ്, ശത്രുഘ്നന്റെയും മാതാവ്, നമ്മുടെ എല്ലാ മാതാവ് കൈകേയി മാതാവ്. കൈകേയി നമുക്ക് അന്യയല്ല. കൈകേയി ഒരിക്കലും നമുക്ക് ശോകം ഉളവാക്കി തരുന്നവളല്ല, നമ്മുടെ അധികാരങ്ങളെ തട്ടിയെടുക്കുന്നവളല്ല. ആ കൈകേയി നമ്മുടെ അമ്മയാണ്. നമ്മുടെ ഐശ്വര്യത്തെ പരിപൂർണമായിട്ടും സംരക്ഷിക്കുന്ന അമ്മയാണ്. മാതാന, നമ്മുടെ അമ്മയായിരിക്കുന്ന ആ കൈകേയി സാ യഥാനസ്യാത് സവിശങ്ക തഥാ ഗുരു. ആ അമ്മ ഇനിയും ഞാൻ കാനനത്തിൽ പോകുമോ ഇല്ലയോ, എന്റെ അഭിഷേകം നടന്നു പോകുമോ ഇല്ലയോ എന്നൊക്കെ വിചാരിച്ചിട്ട് പല പ്രകാരത്തിലുള്ള സംശയങ്ങളാൽ പരിഭ്രമിക്കരുത്. അമ്മയ്ക്ക് പരിഭ്രമം വരാത്ത രീതിയിൽ വേണ്ടുന്നതായ കർമ്മങ്ങൾ, രാമൻ ഇതാ കാനനത്തിലേക്ക് പോകുന്നു എന്ന കൈകേയിക്ക് ഉറപ്പു വരുന്നതായ കർമ്മങ്ങൾ, അത് നീ അനുഷ്ഠിക്കണം. ഞാൻ മാത്രം ചെയ്ത പോരാ, നീയും അതില് ഭാഗഭാക്കായി എന്റെ ഈ വനയാത്രയ്ക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ഉത്സാഹത്തോടുകൂടി അല്ലയോ ലക്ഷ്മണ നീ തന്നെ നിർവഹിക്കണം. അതോടുകൂടി അമ്മയുടെ ആ പരിഭ്രമങ്ങൾ ദൂരീകൃതമായി തീരും. അവളുടെ ആ ദുഃഖമുണ്ടല്ലോ, അമ്മയുടെ ദുഃഖം, അത് എന്നെ വേദനിപ്പിക്കുന്നു. രാമന്റെ ഹൃദയത്തിന്റെ അത്യുത്തമമായിരിക്കുന്ന ധാർമ്മിക നില നമുക്ക് ഇവിടെ ഈ വാക്കുകളില് നേരിട്ട് കാണാനായി സാധിക്കും. തസ്യ ശങ്കാമയം ദുഃഖം മുഹൂർത്തമഭിനോത്സഹേ. ഞാൻ കാട്ടിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള, ഭരതന് അഭിഷേകം നടക്കുമോ ഇല്ലയോ എന്നുള്ളതായ ശങ്ക, സംശയം, തന്മൂലമുള്ള പരിഭ്രമം, തന്മൂലം ഉണ്ടാകുന്നതായ ദുഃഖം, അത് കൈകേയിയുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത് എനിക്കറിയാം ലക്ഷ്മണ, അത് ഒരു മുഹൂർത്തം പോലും സഹിക്കാൻ എനിക്കാവില്ല. എന്റെ അമ്മയുടെ ദുഃഖം സഹിക്കാൻ എനിക്കാവില്ല ഒരു മുഹൂർത്തം പോലും. അതുകൊണ്ട് അല്ലയോ സൗമിത്രേ, നമ്മുടെ അമ്മ കൈകേയി ദുഃഖത്തിൽ നിന്നിട്ട് പരിപൂർണമായും വിമുക്തയായി തീരണം. കൈകേയിയുടെ ആഗ്രഹം സഫലീകൃതമാകുമ്പോഴാണ് ആ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നത്. അതിനു വേണ്ടുന്ന പ്രവൃത്തിയാണ് ലക്ഷ്മണ നീ ചെയ്യേണ്ടത്. അതല്ലാതെ ഞാൻ എന്റെ വില്ലിന്റെ ശക്തിയിൽ രാമന് അഭിഷേകം നടത്തും, ആരെതിർത്ത് നിന്നാലും എന്ന് പറഞ്ഞ് അല്ലയോ ലക്ഷ്മണ നീ പുറപ്പെടരുത്. അതൊരിക്കലും യുക്തമല്ല.
പുത്രധർമ്മം അതിനെ അംഗീകരിക്കുന്നില്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് പുത്രധർമ്മമാണ്. നമ്മുടെ അമ്മയാണ് കൈകേയി, നമ്മുടെ അച്ഛനാണ് ദശരഥൻ. അത് നീ മറക്കാതെ ഓർത്തുകൊള്ളുക. ന ബുദ്ധിപൂർവം ന ബുദ്ധം സ്മരാമീഹ കഥാചന മാതൃണാം വാ പിതുർവാഹം കൃതമൽപ്പം ച വിപ്രിയം. അല്ലയോ ലക്ഷ്മണ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഇപ്പൊ രാമന് 25 വയസ്സായിട്ടുണ്ട്. ഇതിനു മുമ്പ് കൗസല്യ പറയുന്ന വാക്യത്തിനകത്ത് അത് കിടപ്പുണ്ട്. കുറേയേറെ ശ്ലോകങ്ങൾ, വളരെയേറെ ശ്ലോകങ്ങൾ വീട്ടിൽ കളഞ്ഞ കൂട്ടത്തിൽ അതും പെട്ടു. അതായത് രാമന്റെ ഉപനയനം കഴിഞ്ഞിട്ട് 17 വർഷമായി എന്ന് പറയുന്നുണ്ട്. ഉപനയനം നടക്കുന്നത് 7ാമത്തെ വയസ്സിലോ 8ാമത്തെ വയസ്സിലോ ഒക്കെയാണ്. അത് കഴിഞ്ഞ് 17 വർഷമായി. അപ്പോഴേക്കും രാമന് 25 വയസ്സ് ഇപ്പോ ആകുന്നു എന്ന ആ പരാമർശത്തിൽ നിന്നിട്ട്